പ്രതീക്ഷനേക്കാൾ എത്രയോ മുകളിലേക്കാ. ഇനിയിപ്പോ ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളെ അനുഭവമാണല്ലോ. നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളും വീക്കേഴ്സും ഒക്കെ പങ്കെടുത്ത ഒരു കിടിലൻ നിക്കാഹ്. 4000 പേർക്കുള്ള ബിരിയാണിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ട്, അതും കുട്ടൻ ബിരിയാണി. ഇനി ഇതിനോട് കട പിടിക്കാൻ നമ്മളെ ചിക്കൻ സുർബിയാനി. അന്നത്തെ ഫംഗ്ഷനിൽ കൊണ്ടാടിയ ഒരു ഐറ്റാണ് ഈ കാണുന്ന ബീഫ് കൊണ്ട. മണിക്കൂറുകളോളം സ്ലോ കുക്ക് ചെയ്തെടുത്ത നമ്മളെ ഫുൾ മട്ടനും കൂടാതെ ചില്ലി ബ്രോസ്റ്റ്. എന്റെ ശ്രദ്ധ മൊത്തം പോയത് നമ്മുടെ കുട്ടൻ ബിരിയാണിയിലെ കേട്ടോ. സെറ്റ് സാധനം. കഴിഞ്ഞ ദിവസം നമ്മൾ കെ ഹിൽസിൽ ഒരു നിക്കാഹിന്റെ പരിപാടിക്ക് പോയത്. വരുന്നവർക്കായിട്ട് മനസ്സിനും മൈൻഡിനും ഒക്കെ കുളിരേക്കാൻ നല്ല വെറൈറ്റി ജ്യൂസുകൾ അവിടെ ഫ്രഷ് ആയിട്ട് അടിക്കുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി ചായകൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ടീ കൗണ്ടർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫേമസ് ബേക്കറി ഓണറായ ഷമീർ ഖാന്റെ മകളെ നിക്കാഹായിരുന്നു. എന്തായാലും നിക്കാഹ് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ഡ്രൈനേഴ്സ് ആയിട്ടൊക്കെ പിള്ളേർ ഉണ്ട്. നിക്കാഹ് കഴിഞ്ഞോടും വധു വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നേരെ നമ്മളെ പരിപാടിയിലേക്ക് ഫുഡിന്റെ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ കല്ലും സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരാധ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കൈരളി കാറ്ററിംഗ് ആൻഡ് ഇവന്റ് ടീമാണ്. അപ്പൊ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കിടിലനായിരിക്കും. ഇവരെ ഫുഡ് ആയാലും ഇവരെ സർവീസ് ആയാലും കിടിലാണ്. ഞാൻ രണ്ടാമത്തെ തവണ ഇവരെ പരിപാടിക്ക് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ടിലേക്ക് നോക്കുകയാണ്. നമ്മുടെ മെയിൻ ആയിട്ടാണ് ഇവരെ ഇളനീർ പായസം കേട്ടോ. പിന്നെ നല്ല ലുക്കിമിയത്ത് ഉണ്ട്, അത് ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുനാഫ അത് ലൈവ് അടിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ നല്ല കുൽഫി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ പോപ്കോൺ ഉണ്ട്, നമ്മളെ കോട്ടൺ ക്യാൻഡി ഉണ്ട്, പിന്നെ പല വെറൈറ്റി ടീകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഐറ്റങ്ങൾ അവിടെ ഉണ്ട്. ഇസ്ലാമിക് ബൊഫേ രീതിയിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിപൊളിയാന്ന് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ കേട്ടോളി. ഫുഡൊക്കെ ഞാൻ കുട്ടൻ ബിരിയാണി അടിപൊളിയാണ്. ബിരിയാണി നല്ല പരിപാടി എന്തായാലും കളറാക്കാൻ നേരെ കോണ്ടാക്ട് ചെയ്തോളി. ബൈ.